വ്യത്യാസമില്ലാതെ നമ്മളെ എല്ലാവരെയും ആകർഷിച്ച ഒരു പുസ്തകമാണല്ലേ ഇക്കിഗായ്. അപ്പോൾ ഇക്കിഗായിൽ പറയുന്ന കുറച്ച് ആശയങ്ങൾ നമുക്കിനി അങ്ങോട്ട് സീരീസുകളായിട്ട് ചർച്ച ചെയ്യാം. അതിലൊന്നാമത്തതാണ് പാഷൻ. പാഷൻ എന്ന് പറയുന്നത് പൊതുവെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കാണ്. അതായത് പലപ്പോഴും പാഷൻ എന്ന് കേൾക്കുമ്പോൾ അത് ഡാൻസ് ചെയ്യാനുള്ള ഒരു കഴിവ്, പാട്ട് പാടാനുള്ള ഒരു കഴിവ്, ചിത്രം വരയ്ക്കാനുള്ള ഒരു കഴിവ്, അങ്ങനെ നമുക്കുള്ളൊരു ടാലന്റുമായിട്ട് അതിനെ കമ്പൈൻ ചെയ്തിട്ടാണ് ആളുകൾ പാഷനെ മനസ്സിലാക്കുന്നത്. പക്ഷെ ശരിക്കും പാഷൻ എന്ന് പറഞ്ഞാൽ അതല്ല. നമുക്ക് ഇഷ്ടമുള്ള, ചെയ്യാൻ ഇഷ്ടമുള്ള, എന്നാൽ അർത്ഥവത്തായിട്ടുള്ള, അത് ചെയ്യുമ്പോൾ നമ്മുടെ സമയം പോകുന്നത് പോലും നമ്മൾ അറിയാത്ത എന്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ വേണമെങ്കിലും നമുക്ക് പാഷൻ എന്ന് പറയാൻ പറ്റും. അതായത് ഉദാഹരണത്തിന് ഇപ്പൊ ചെടി വളർത്തുന്നതായാലും, കുറെ പുസ്തകങ്ങൾ വായിക്കുന്നതായാലും, കൂടാതെ ഇപ്പൊ കുക്ക് ചെയ്യുന്നതായാലും, അതൊക്കെ നമുക്കിപ്പോ സന്തോഷം തരുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ അതിനെയൊക്കെ നമുക്ക് പാഷൻ എന്ന് പറയാനായിട്ട് പറ്റും. പാഷൻ എല്ലാവർക്കും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ എനിക്കുള്ള ഒരു പാഷൻ ആയിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ നമ്മുടെ പാഷൻ തിരിച്ചറിഞ്ഞ ഒരാൾക്ക് അയാളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ മീനിങ് ഫുൾ ആയിട്ട്, അർത്ഥവത്തായിട്ട് തോന്നും. പകരം പാഷൻ മനസ്സിലാക്കാത്ത ഒരാളുടെ ജീവിതം തികച്ചും ഒരു യാന്ത്രികമായങ്ങ് പോകും. അതിന് പകരം പാഷൻ മനസ്സിലാക്കിയ ഒരാളുടെ ജീവിതമാണെങ്കിൽ അത് അയാൾക്ക് കൂടുതൽ അർത്ഥവത്തായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തിനെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടാവുക. കൂടാതെ ചെറിയ ചെറിയ വീഴ്ചകൾ പോലും ഇനി അങ്ങോട്ടുള്ള യാത്രയുടെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ബോധം പാഷനുള്ള ഒരാൾക്ക് ഉണ്ടാവും. അപ്പൊ ഈ പാഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ടോ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല. അപ്പൊ ഇത് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ആ സ്റ്റെപ്പുകളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.